CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ CPM മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നു. BJP-യെ പോലെ തന്നെ പരസ്യമായ ഹിന്ദുത്വ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണ് CPM. വിജയരാഘവനിലൂടെ പുറത്തുവന്നത് മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും പ്രതിഫലനമെന്നും സുപ്രഭാതം പറയുന്നു. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഇതിൽ മറ്റെന്തൊക്കെയാണ് സുപ്രഭാതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്? വളരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണല്ലോ. വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഈ പ്രിയങ്ക ഗാന്ധിയുടെ വിജയവുമായി ബന്ധപ്പെട്ട വിജയരാഘവൻ നടത്തിയ പ്രസംഗം അത് വലിയ വിവാദമായതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം ലേഖനം എഴുതിയിരിക്കുന്നത്. അത് ഈ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ട് CPM അവരുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സമസ്ത മുഖപത്രത്തിലൂടെ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമൊന്നും ഒരു പക്ഷേ സുപ്രഭാതം CPM-നെതിരെ ഇത്തരത്തിലൊരു ലേഖനമൊന്നും എഴുതിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴിതാ വിമർശിച്ചുകൊണ്ട് വളരെ രൂക്ഷ വിമർശനമാണ് മുഖപത്രം സമസ്ത മുഖപത്രം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിജയരാഘവനിലൂടെ പുറത്തു വന്നത് മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും ബഹിസ്ഫുരണമാണ്, പ്രതിഫലനമാണ് എന്ന് ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJP-യിലെ പോലെ തന്നെ പരസ്യമായ ഹിന്ദുത്വ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണ് CPM എന്നും പറയുന്നു. അതുപോലെ തന്നെ ഇവർ ഓർമ്മിപ്പിക്കുന്ന ഈ ലേഖനം പറയുന്ന മറ്റൊരു കാര്യം, തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ CPM ജില്ലാ സമ്മേളനത്തിൽ MA ബേബി പറഞ്ഞിരുന്നത്, നമ്മൾ ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ സംഘപരിവാർ കയറി കൂടിയിരിക്കുന്നു, ഇവർക്ക് എവിടെ നിന്നാണ് ഇതിന്റെ ശക്തി കിട്ടുന്നത് എന്നൊരു പ്രസംഗം നടത്തിയിരുന്നു. ഇതിൽ MA ബേബിയോട് ഇവർ ഒരു ഉപദേശമായിട്ട് ഈ മുഖപത്രം പറയുന്നത്, ലേഖനം പറയുന്നത്, സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നവർക്കെതിരെ ഒരു ഉപദേശമായിട്ട് CPM നിലനിൽക്കണം എന്ന രൂപത്തിലും ഈ ലേഖനം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സുപ്രഭാതത്തിൽ വന്ന സന്ദീപ് വാര്യരെ കുറിച്ച് വന്ന ഒരു പരസ്യം വലിയ രീതിയിൽ വിവാദമായിരുന്നു. അത് സമസ്തയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കുകയും വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ CPM-നെതിരെ ഒരു വടി കിട്ടിയപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഈ സമസ്ത മുഖപത്രം ഉപയോഗിച്ചു. CPM-നെതിരെയുള്ള നിലപാട് മുസ്ലിം ലീഗ് ഇന്നലെ പ്രതികരിച്ചിരുന്നു. മുസ്ലിം ലീഗിന് പിന്നാലെ തന്നെ സമസ്ത അവരുടെ കൃത്യമായ നിലപാട് പാർട്ടിക്കെതിരെ ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ. എന്തായാലും വലിയ രൂക്ഷ വിമർശനമാണ് ഇന്ന് ഇതിൽ ഉയർന്നിരിക്കുന്നത്. അതിൽ തന്നെ തൃശ്ശൂർ വിവരങ്ങൾ പങ്കുവച്ചത്.